ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 20. ശബരിമല തിരക്ക് നിയന്ത്രിക്കാൻ പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് 5000-ആയി കുറച്ചു. വിദഗ്ധ സമിതിക്ക് രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ശബരിമലയിലെ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെന്ന് വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് വരുന്ന തിങ്കളാഴ്ച വരെ 5000-ആയി കുറച്ചു. തിരക്ക് കാരണം തീർത്ഥാടകർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഓരോ സീസണിലും തിരക്ക് നിയന്ത്രിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ഒരു ശാസ്ത്രീയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ശബരിമല ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്ലൗഡ് മാനേജ്മെന്റ് എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിക്കാനും ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. ഗതാഗത എഞ്ചിനീയറിംഗ്, നഗരാസൂത്രണം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ സമിതിയിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് മാതൃക പെരുമാറ്റച്ചട്ടം കണക്കിലെടുത്ത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് യോഗങ്ങൾ വിളിക്കാൻ ദേവസ്വം മന്ത്രിക്ക് അനുമതി നൽകാനും കോടതി ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിച്ചു. ഗവർണർമാരുടെ ബിൽ തീരുമാന സമയപരിധിയിന്മേൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കാൻ സാധിക്കുമോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് ആവശ്യപ്പെട്ട അഭിപ്രായത്തിന്മേലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. നിയമപരമായ സമയപരിധി ഇല്ലാത്തതിനാൽ ചില ബില്ലുകൾ ഗവർണർമാർ ദീർഘകാലം തടഞ്ഞു വെക്കുന്നു എന്ന പരാതികൾ നിലനിൽക്കെയാണ് ഈ വിധി വരുന്നത്. നവംബർ 21 മുതൽ 24 വരെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് IMD. സംസ്ഥാനത്ത് നവംബർ 21 മുതൽ 24 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനും മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മെട്രോ ആദ്യഘട്ട അലൈൻമെന്റിന് സർക്കാർ അംഗീകാരം. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ 1ാം ഘട്ട അലൈൻമെന്റിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ 31 കിലോമീറ്റർ ദൂരത്തിൽ 27 സ്റ്റേഷനുകളാണ് ആദ്യ ഘട്ടത്തിലുള്ളത്. ടെക്നോ പാർക്കിന്റെ 3 ഘട്ടങ്ങൾ: തിരുവനന്തപുരം വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ ഈ അലൈൻമെന്റ് ബന്ധിപ്പിക്കും. മെട്രോയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പട്ടം മെഡിക്കൽ കോളേജ് റോഡ്, ഉള്ളൂർ കഴക്കൂട്ടം റോഡ് എന്നിവ 4 വരി പാതയായി വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആരംഭിച്ചിട്ടുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. JDU നേതാവ് നിതീഷ് കുമാർ ഇന്ന് റെക്കോർഡ് സൃഷ്ടിച്ച് 10ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. പട്നയിലെ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ പങ്കെടുക്കും. പൂന്തി മാഞ്ചാടി റോഡ് പണി 9 മാസത്തിനകം പൂർത്തിയാക്കും. തിരുവനന്തപുരത്തെ പൂന്തി മാഞ്ചാടി റോഡ് ടാറിംഗ് പ്രവൃത്തി 9 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള ദീർഘകാലമായുള്ള പൊതുജനങ്ങളുടെ പരാതികൾ പരിഗണിച്ച് വെള്ളക്കെട്ട് തടയുന്നതിനായി പുതിയ ഡ്രെയിനേജ് സംവിധാനങ്ങളും പണിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോവളം വിഴിഞ്ഞം തീരങ്ങളിൽ പ്രേതവലകൾ സമുദ്രജീവികൾക്ക് ഭീഷണിയാകുന്നു. കോവളം വിഴിഞ്ഞം തീരങ്ങളിൽ പ്രേതവലകൾ എന്നറിയപ്പെടുന്ന ഉപേക്ഷിക്കപ്പെട്ട മത്സ്യബന്ധന വലകൾ വർദ്ധിക്കുന്നത് സംബന്ധിച്ച് പരിസ്ഥിതി അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈ വലകളിൽ സമുദ്രജീവികൾ കുടുങ്ങുകയും തീരദേശ ജൈവ വൈവിധ്യത്തിനും സുസ്ഥിര മത്സ്യബന്ധന സമ്പ്രദായങ്ങൾക്കും വലിയ ഭീഷണിയുണ്ടാക്കുകയും ചെയ്യുന്നു. കൊച്ചി കോർപ്പറേഷനിൽ 2ാം ഊഴം ലക്ഷ്യമിട്ട് LDF. കൊച്ചിയിൽ നടന്ന കൺവെൻഷനിൽ നഗരസഭയിൽ മറ്റൊരു ടേം കൂടി നേടാനുള്ള ലക്ഷ്യം LDF ആവർത്തിച്ചുറപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച തുക വർദ്ധിപ്പിച്ചതും സമൃദ്ധി കിച്ചൺ പദ്ധതി ബ്രഹ്മപുരത്തെ പബ്ലിക് പാർക്കായി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളും മുന്നണി എടുത്തുകാട്ടി. ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇന്ന് ആരംഭിക്കും. 56ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം IFFI 2025 ഇന്ന് ഗോവയിൽ ആരംഭിക്കും. നവംബർ 20 മുതൽ 28 വരെയാണ് ചലച്ചിത്രോത്സവം നടക്കുക.
ചലച്ചിത്രോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഗോവയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോരുന്ന ഗംഭീരമായ ഒരു ഉദ്ഘാടന പരേഡ് ഇത്തവണ നടക്കും. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും പ്രമുഖ സിനിമാ സ്റ്റുഡിയോകളുടെയും ഫ്ലോട്ടുകൾ ഇതിലുണ്ടാകും. 2025 ബെർലിനേൽ ഫെസ്റ്റിവലിൽ സിൽവർ ബിയർ ഗ്രാൻഡ് ജൂറി പ്രൈസ് നേടിയ ബ്രസീലിയൻ സംവിധായകൻ ഗബ്രിയേൽ മസ്കാരോയുടെ ദി ബ്ലൂ ട്രെയിൽ ആയിരിക്കും ഫെസ്റ്റിവലിലെ ആദ്യ പ്രദർശന ചിത്രം. തമിഴ് ചിത്രം അമരനാണ് ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം. ഇത്തവണ ജപ്പാനാണ് കൺട്രി ഓഫ് ഫോക്കസ്. സ്പെയിൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ പങ്കാളി രാജ്യങ്ങളായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. സിനിമ നിർമ്മാണത്തിലും മറ്റ് മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ കണ്ടെത്താനായുള്ള 48 മണിക്കൂർ ഹാക്കത്തോൺ ആദ്യമായി നടത്തുന്നു എന്ന പ്രത്യേകതയും ഈ വർഷത്തെ ചലച്ചിത്രോത്സവത്തിനുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ നടൻ രജനീകാന്തിനെ സമാപന ചടങ്ങിൽ ആദരിക്കും. കൂടാതെ ഗുരുദത്ത്, രാജ് ഖോസ്ല, ഋത്തിക് ഘട്ടക് തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്കും സംവിധായകർക്കും ഫെസ്റ്റിവലിൽ പ്രത്യേക ശതാബ്ദി ആദരവ് നൽകും. വാർത്ത തുടരും. സൈനിങ് ഓഫ്.